ഞങ്ങളത് പിന്നെ തെളിവെടുത്തിടും. മനസ്സിലായ? അതായിക്കോട്ടെ. അസത്യങ്ങൾ സാറിന്റെ എന്തൊക്കെ മാന്യതയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബഹുമാനമുണ്ട്, അത് നഷ്ടപ്പെടും. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഞാനതോടെ പറയുന്നില്ല. സാർ ഞങ്ങൾക്ക് ഈ വെള്ള പേപ്പർ എഴുതണം, അല്ലാതെ സാറ് പറഞ്ഞു പുറത്തു പോകാൻ വേണ്ടി കഴിയും. നമ്മളിരിക്കും നല്ല രൂപത്തിൽ മാന്യമായിട്ടൊരു സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം നേരത്തെ ഈ സമരം അവസാനിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാർക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരുമായി ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ അടക്കം സംസാരിച്ചത്. അപ്പൊ അതിന് മുന്നേ വലിയ ഡിമാൻഡ്സ് എന്താണെന്ന് കുട്ടികളോടുമായി പരിശോധിച്ചോളാൻ പറഞ്ഞു. ഇതിന് അവിടെ ചെന്നിട്ടല്ല എന്ന് പറയുന്നത്. സാർ അങ്ങനെയാണോ സാർ ചെയ്തത്? എങ്ങനെയാണ് സാർ ഇന്നലെ ഇന്നും അതാണ് ചെയ്തത്? സാർ ഞാൻ കൂടുതൽ അതിലേക്ക് പോകാനില്ല, ഞങ്ങൾക്ക് വഷളാക്കണമെന്നില്ല. മനസ്സിലായി? ഈ ആളുകൾ മുഴുവൻ വലിയ രോഷത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അതിനെല്ലാം നിയന്ത്രിച്ചിട്ടാണ് സാറിനോട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് ഇപ്പൊ പറയുന്നത്. പറയുന്നത് പോലെ തിങ്കളാഴ്ച രാവിലെ ചർച്ചയ്ക്ക് ഇവിടെ ആരും എതിരില്ല, അതിന്റെ സംവിധാനം ഒരുക്കിക്കോളൂ. ഞങ്ങളൊരുക്കും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണോ തിങ്കളാഴ്ച ചർച്ചകൾ